തമ്പുരാനെയും തമ്പുരാട്ടിയെയും കാലപുരിക്കെത്തിച്ചപ്പോ നിന്റെ പകുതി ജോലി കഴിഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്നത് ശിവദാസനാ. ചേച്ചി എത്രയും വേഗം സ്ഥലം ഫിക്സ് ചെയ്ത് വരാൻ നോക്ക്. ശരി, ഞാൻ വിളിക്കാം. വിളിക്കാവുന്നല്ല, വരാവുന്ന പറ. ആ എന്തിനായിരിക്കും നരി എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അപ്പൊ കുഞ്ഞോളെ നമ്മൾ പറഞ്ഞു വന്നതേ. വേണ്ട, ഇപ്പൊ എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. കുഞ്ഞോൾ അസ്വസ്ഥമാകണമെങ്കിൽ വന്ന ഫോൺ കോളിൽ എന്തോ രഹസ്യമുണ്ട്. കുഞ്ഞോളുടെ മർമ്മത്തിൽ കൊള്ളുന്ന ഒരു രഹസ്യം. എന്തായിരിക്കും എന്നെ അറിയിക്കാത്ത രഹസ്യം? കണ്ടുപിടിക്കാം. ദേവി, എന്നോ പഠനം മുടങ്ങിപ്പോയി ഞാൻ വീണ്ടും പഠിക്കാൻ കൊതിക്കുന്നു. എല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് അറിയാം. എന്നെ പഠിപ്പിക്കണമെന്ന് ജയരാമൻ സാറിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത തോന്നിപ്പിച്ചതും ഇവിടെ നിന്നാണെന്നും അറിയാം. തമ്പുരാനും തമ്പുരാട്ടിയും മരിക്കുന്നതിന് മുന്നേ എന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുമായിരുന്നു. എന്തിനാ ദേവി എന്റെ തമ്പുരാനെയും തമ്പുരാട്ടിയും നേരത്തെ വിളിച്ചത്? എന്തിനാ എന്റെ അച്ഛനെ ജയിലിലിട്ടിരിക്കുന്ന? എനിക്കെന്റെ അച്ഛന് ചിന്നു 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 ചന്ദ്രാമ്മ, ദേവി, ചിന്നു. ചിന്നുനെ കാണാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അവിടെ ആളനക്കം കാണാതിരുന്നപ്പോ നീ എങ്ങോട്ടെങ്കിലും പോയി കാണൂന്ന് ഞാൻ വിചാരിച്ചു. ആഹാ, ഇതെന്താ പുസ്തകങ്ങളും ഒക്കെ ആയിട്ട്? ഇതൊക്കെ പഠിക്കാൻ വേണ്ടി തന്ന പുസ്തകങ്ങളാ. ആര്? മഹിയോ? ആ ഡ്രൈവർ മരക്കോന്തം തന്നെ. ആ പാവത്തിന് അങ്ങനൊന്നും പറയാൻ പാടില്ല. ഞാൻ ചുമ്മാ ഒരു രസത്തിന് ആ ഡ്രൈവർ പയ്യനെ വട്ടിളക്കുന്നല്ലേ. പാവ ചന്ദ്രാമ്മ. ചന്ദ്രാമ്മ വലിയ ഇഷ്ടമാ. അന്ന് ചന്ദ്രാമ്മയുടെ കൈ പൊള്ളിയപ്പോ എനിക്കത് മനസ്സിലായി. പാവം, അന്ന് ഒത്തിരി വേദനിച്ചു ആ ഡ്രൈവർ പയ്യൻ. ചന്ദ്രാമ്മയെ ഒരമ്മയെ പോലെ അയാള് കാണുന്നു. പക്ഷെ എന്റെ നിഴല് കണ്ടാ മതി, അപ്പൊ വഴക്കിടാൻ വരും. അല്ലേലും ഈ ഡ്രൈവർമാരിങ്ങനെയാ. വണ്ടിയായിട്ട് ഇറങ്ങിയാലേ അപ്പൊ തന്നെ റോഡിൽ ആരോടെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കും. തമ്പുരാനും തമ്പുരാട്ടിയും എന്നെ പഠിപ്പിക്കാനിരുന്നതാ. അത് നടന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോ എന്താ ചിന്നു ഇത്? നടക്കാനുള്ളത് എപ്പോഴായാലും നടക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ദേ, എന്നെ അവിടെ രമാ മേഡം തിരക്കും. പിന്നെ അത് മതി അടുത്ത പുകയിലിന്. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നിന്റെ കയ്യിലെ ചോരപ്പാട് കഴുകിക്കളയും മുമ്പ് നീ നിന്റെ കൂട്ടാളി രമാദേവിയുടെയും ഭദ്രന്റെയും കയ്യിൽ നിന്റെ അച്ഛന്റെ ചോരക്കറ പറ്റിയിട്ടുണ്ടോ എന്ന് പോയി നോക്ക്. നിന്റെ അച്ഛനെ കൊന്നതിന്റെ പിന്നിൽ ആരാണെന്ന് ചെന്ന് അന്വേഷിക്ക്. എന്താ നരി, വണ്ടി ഇപ്പോ പഴയതുപോലെ കാടും മേടും ഒന്നും കയറുന്നില്ലേ?
ഞാനൊരു സേർട്ട് വിളിച്ചോട്ടെ? ആയിക്കോ. മനസ്സ് ഏകാഗ്രമാക്കാൻ പുകമറ വേണമെങ്കിൽ ആയിക്കോ. ആഹാ. ഓ, ലൈറ്റർ മറന്നോ? നിനക്ക് എന്താ നരി, മനസ്സ് കൈവിട്ടു പോയോ? അതോ നിന്റെ ഉള്ളിൽ പരാജയപ്പെടുമെന്ന ഭീതി വന്നോ? വേണ്ട. എന്റെ ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം കിട്ടണം എനിക്ക്. ചോദിക്ക്. അറിയാമെങ്കിൽ പറയാം. എന്റെ അച്ഛനെ കൊന്നതാരാ? എന്താ എന്റെ അച്ഛന് സംഭവിച്ചത്? ഞാനൊരിക്കൽ പറഞ്ഞതാ കാര്യങ്ങളൊക്കെ. നരി, നിന്റെ നോട്ടോ ലക്ഷണമോ ഒക്കെ കണ്ടാൽ നിന്റെ അച്ഛനെ ഞാനാ കൊന്നെന്ന് തോന്നുമല്ലോ. നരിയുടെ അച്ഛനെ കൊല്ലിച്ചതാ. കൊട്ടാരം കണക്കുകളിൽ കൃത്രിമം കാണിച്ചതിന് ചാവോല കുറിച്ചത് തമ്പുരാനാ. അതെ, തമ്പുരാനും ആശ്രിതനായ ശിവദാസനും കൂടിയ നിന്റെ അച്ഛനെ കൊന്നത്. എല്ലാത്തിനും സാക്ഷി തമ്പുരാട്ടിയും. തമ്പുരാനെയും തമ്പുരാട്ടിയെയും കാലപുരിക്കെത്തിച്ചപ്പോ നിന്റെ പകുതി ജോലി കഴിഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്നത് ശിവദാസനാ. ശിവദാസനെ തീർക്കാൻ ഞാനും ഉണ്ടല്ലോ നിന്റെ കൂടെ. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി പൊതുശത്രുവിനെതിരെ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അതാണ് ബുദ്ധി. ഏതായാലും മനസ്സൊന്ന് ശാന്തമാക്ക്. എന്നിട്ട് അതിന് ഇരുതല മൂർച്ച കൂട്ട്.